വീണ്ടും വിവാദത്തിലാണ് ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജൻ്റെ ഇതാണ് എൻ്റെ ജീവിതം എന്ന പേരിൽ ഇറങ്ങി. പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്, കട്ടൻ ചായയും പരിപ്പോടെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അത് പിന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മാറ്റി വെച്ചതിന് ശേഷം ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആത്മകഥയിലേക്ക് വന്നു. ഈ ആത്മകഥയിലേക്ക് വരുമ്പോഴത്തേനും ഈ വിവാദത്തിൻ്റെ കൊടുമുടിയിൽ കയറി നിൽക്കുന്നത് ഇ.പി. ജയരാജനാണെങ്കിലും കൊണ്ടെത്തിച്ചിരിക്കുന്ന CPM-നാണ് വല്ലാത്ത പ്രതിസന്ധി. ഇതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. CPM അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വർഷം അടുത്തതോടുകൂടി പല പല കാരണങ്ങളാൽ വെട്ടിലാണ്. അതിലൊരു പക്ഷേ പാർട്ടിയുടെ തന്നെ ആഭ്യന്തര വിഷയങ്ങളിലൂടെയാണ് ഈ വെട്ടിലാകുന്നത് മുഴുവൻ. എതിർ പാർട്ടികളൊന്നും വെട്ടിലാക്കുന്നതല്ല. ഇവിടെ ഇപ്പോൾ ശ്രീ ഇ.പി. ജയരാജൻ ഒരു ആത്മകഥ എഴുതി. അത് ഒരു പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരാളിൻ്റെ ആത്മകഥ ആദ്യം പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ച തലക്കെട്ടും പ്രസാധകരുമൊക്കെ മാറി രണ്ടാമത് വേറൊരു പേരിൽ വേറൊരു പ്രസാധകൻ ഇറക്കുന്ന രീതിയിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒന്നാം ആത്മകഥയല്ല, അദ്ദേഹത്തിൻ്റെ രണ്ടാം ആത്മകഥ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആദ്യത്തേന് അദ്ദേഹം പ്രസിദ്ധീകരിച്ച് വെളിയിൽ വന്നില്ലെങ്കിലും DC ബുക്സിന് ഒക്കെ ഒരു പ്രസാധക അവകാശം കൊടുത്തതിന് കട്ടൻ ചായയും പരിപ്പുവടയും, അത് സത്യം പറഞ്ഞ ആ ടൈറ്റിലായിരുന്നു ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇ.പി. ജയരാജൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് കട്ടൻ ചായയും പരിപ്പുവടയും എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ ഒരു സംശയം, ഈ കട്ടൻ ചായ അത്ര മോശം വാക്കാണോ? പരിപ്പുവട അതിനേക്കാൾ മോശം വാക്കാണോ? ഇതൊക്കെ ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളല്ലേ. കാരണം ഒരു കാലഘട്ടത്തിൽ CPM-ൻ്റെ അവരുടെ ഭക്ഷണമായിരുന്നല്ലോ ഈ കട്ടൻ ചായയും പരിപ്പുവട എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അവരിപ്പോൾ അതൊക്കെ മാറ്റി ഈ ബർഗറിലോട്ടും പിസയിലോട്ടൊക്കെ പോയതുകൊണ്ടാണ് ചിലപ്പോൾ കട്ടൻ ചായ ഇഷ്ടപ്പെടാതിരിക്കും. അല്ല, പക്ഷേ അദ്ദേഹം ആ അർത്ഥത്തിൽ അദ്ദേഹം അതിനെ തള്ളി പറഞ്ഞാൽ നന്നായി. കാരണം പഴയ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ്. തൊഴിലാളി ആധിപത്യമായിരുന്നെങ്കിൽ ഇപ്പോൾ കോർപ്പറേറ്റ് മുതലാളിമാരാണ് ആ പാർട്ടി തന്നെ. അപ്പം അതുകൊണ്ട് ആശയം മാറിയതിനനുസരിച്ച് ആഹാരവും മാറിയതിൽ തെറ്റില്ല. എന്ന് മാത്രമല്ല, ഞാനതിൽ കാണുന്നത് ഈ കട്ടൻ ചായയ്ക്ക് പകരം മദ്യം ആണെന്ന് വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ടല്ലോ, ഈ കള്ളുകുടി ശീലമാക്കൂ, ദേശീയ പാനീയമാക്കൂ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. കള്ളിനെ കുറിച്ച് പറഞ്ഞു. അതെ, അത് മാത്രമല്ല, ഇന്നിപ്പോൾ ഈ മദ്യവുമായി ബന്ധപ്പെട്ട് വേറൊരു വാർത്തയും കൂടെ വന്നിരിക്കുന്നത് കേട്ടിട്ട് ചിരി വന്നുപോയി. ബിവറേജസ് കോർപ്പറേഷനെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ചു. അവിടുത്തെ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും ഒന്നും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത്. എന്നാലോചിച്ച് നോക്കൂ, അവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയാൽ നമ്മളുടെ ഖജനാവിൻ്റെ വരുമാന മാർഗം പ്രഥമ സ്ഥാനമുള്ള സാധനമാണ് ഈ ബിവറേജ്. അപ്പോൾ ഈ മദ്യത്തോടും മുതലാളിമാരോടും ഒക്കെയുള്ള ആഭിമുഖ്യം വന്നപ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും തള്ളിപ്പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ CPM-ന് വേണ്ടി വാദിക്കുന്നവർ ഇപ്പോൾ പറയുന്നത് ആ ആത്മകഥയിൽ ഒരു വിമർശനവുമില്ല, ഒരു കുഴപ്പമില്ല. അദ്ദേഹം തന്നെ പറയുന്നത് എൻ്റെ ആ പുസ്തകം ശരിയായി വായിക്കാത്തത് കൊണ്ടാണ് പലരും വിമർശിക്കുന്നതെന്നാണ്. എന്നിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങനെ മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഇതിൻ്റെ രണ്ടാം ഘട്ടം ഇനി ഇറങ്ങുന്നു. ഇപ്പോൾ ഇട്ടിരിക്കുന്ന പേര് ഇതാണ് എൻ്റെ ജീവിതം. സത്യം പറഞ്ഞാൽ അദ്ദേഹം അത് ജീവിതം എന്നുള്ളത് മാറ്റി ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരായിരുന്നു സഖാവ് ഇ.പി. ജയരാജൻ? നമ്പർ 2. ഒന്നാം പിണറായി സർക്കാരിൽ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ നമ്പർ 2 അദ്ദേഹമായിരുന്നു. വ്യവസായ മന്ത്രിയാണ്. മുഖ്യമന്ത്രി വിദേശത്തൊക്കെ ആദ്യകാലത്ത് പോകുമ്പോൾ ചാർജ് കൊടുത്തിരുന്നത് ഇദ്ദേഹത്തിനായിരുന്നു, ഓർമ്മയില്ലേ ശ്രീ? പക്ഷേ ഇപ്പോഴോ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് പോയതിന് ശേഷം പിന്നെ ഈ ചാർജ് കൊടുക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയേ ഇല്ല. അപ്പോൾ അത്ര വിശ്വസിച്ചേൽപ്പിച്ചിരുന്ന ഒരാൾ എന്തോ അദ്ദേഹത്തോട് അനീതി കാട്ടിയത് കൊണ്ട് ഇനി ആ ഇ.പി. ജയരാജൻ പോലും എന്നോട് അനീതി കാട്ടിയെങ്കിൽ ഇനി ഞാൻ ആരെയാ വിശ്വസിക്കുന്നതെന്നുള്ള വലിയൊരു സന്ദേശമാണ് ഈ ആർക്കും ചാർജ് കൊടുക്കാത്തതിലൂടെ. ചടങ്ങിനകത്ത് പിണറായി പങ്കെടുക്കുകയും ബാക്കിയുള്ള MP ഗോവിന്ദനും P. ജയരാജനും പങ്കെടുക്കാതെ മാറി നിൽക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ രഹസ്യം എന്തായിരുന്നു? അത് അതിനേക്കാൾ വലിയ സംഗതിയാണ്. ഒരു രീതിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറി നിൽക്കേണ്ടുന്നതാണ്. പക്ഷേ അദ്ദേഹം മാറി ഇന്ന് അത് വലിയ വിവാദമാണ്. അതുകൊണ്ട് അദ്ദേഹം വന്ന്, ഇപ്പോൾ നമുക്കറിയാം ചില പുസ്തക പ്രകാശനമൊക്കെ ചിലർ നടത്തുന്നത് അത് ബാഹ്യമായി വെറുതെ ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഉള്ളിൽ തട്ടി നടത്തുന്ന പ്രകാശനവുമുണ്ട്, അല്ലാതെയുമുണ്ട്. ഇത് രണ്ടാമത്തേതാണ്. ഇത് പ്രകടനാത്മകമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.
അദ്ദേഹത്തിനോട് എത്രമാത്രം തോൽക്കാൻ ഇനിയും ചന്തുവിന് ബാല്യങ്ങൾ ഇനിയും ധാരാളം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് പോലെ അദ്ദേഹത്തിന് എത്ര തവണ ചതിച്ചു. ആദ്യം ചതിച്ചത് ബന്ധു നിയമനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരപുത്രൻ, ആ ജോലി കിട്ടിയ ആൾ പറഞ്ഞത് എൻ്റെ ചിറ്റപ്പനാണ് ഇന്ന മന്ത്രിയെന്ന്. അപ്പം ഈ 3 ജയരാജന്മാരിൽ ഇ പി ജയരാജൻ, എം വി ജയരാജൻ, പി ജയരാജനെ തിരിച്ചറിയാൻ വയ്യാത്ത ധാരാളം ആൾക്കാരുണ്ട്. അവർക്ക് ചിറ്റപ്പൻ മന്ത്രി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഇദ്ദേഹത്തിന് കിട്ടി. പിന്നെ അദ്ദേഹത്തിന് അങ്ങനെയാണ് പലരും വിശേഷിപ്പിക്കുന്ന പോലും. അപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു. പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നെപ്പോലെ ബന്ധു നിയമനത്തിൽ ഇതേപോലെ ഒരു മകൻ അദീബിന് ജോലി കൊടുത്ത KT ജലീലിനെ തിരിച്ചെടുത്തു. KT ജലീൽ എന്ന് പറയുന്ന പാർട്ടിക്കാരൻ പോലും അല്ലാത്ത ജലീലിന് കൊടുത്ത നീതി കേന്ദ്ര കമ്മിറ്റി അംഗവും ഏറ്റവും സീനിയറുമായ എനിക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം ചോദിച്ചാൽ കുറ്റം പറയാൻ നോക്കുമോ? രണ്ടുപേരും ചെയ്തത് ബന്ധു നിയമനമാണ്. ഒരേ കുറ്റത്തിന് ഒരേ ശിക്ഷ എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പീനൽ കോഡിൽ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. എന്തായാലും അവിടെ തുടങ്ങി ഇവർ തമ്മിലുള്ള അകൽച്ച, ഫൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശോഭാ സുരേന്ദ്രനും ഇതിനകത്ത് ഇപ്പം മറുപടി പറഞ്ഞിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എൻ്റെ ജീവിതകഥ എന്നല്ല എഴുതുന്നത്, കള്ളൻ്റെ ജീവിതകഥ, ഒരു കള്ളൻ്റെ ആത്മകഥ എന്നാണ് എഴുതുന്നതെന്ന് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം അവർ പറഞ്ഞ ശക്തമായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ്. BJP യിൽ ചേരുന്നതിനെ അടുത്ത ദിവസം ഒരു ദിവസം കൂടി പകൽ ഒന്ന് നീണ്ടു കിട്ടിയിരുന്നെങ്കിൽ ഈ പറയുന്ന ഹരിത പതാക അല്ലെ, ഹരിത വീതവർണ്ണ പതാക ഇവരുടെ ഇയാളുടെ തോളിൽ വീണേനെന്ന് ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളിച്ച് പറയുന്നുണ്ട്. അതായത് BJP യുടെ പതാക പുറത്തായിരിക്കും അടുത്ത ദിവസം രാവിലെ, അല്ലെങ്കിൽ ഷോൾ അണിഞ്ഞായിരിക്കും പിറ്റേ ദിവസം രാവിലെ ഇ പി ജയരാജൻ പുറത്തു വരിക എന്നുള്ള. അപ്പൊ ഇ പി ജയരാജൻ BJP ആകുമായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ പലതും കൂട്ടി വായിക്കുമ്പോഴാണ് ചില ഈ സാഹചര്യ തെളിവുകൾ എന്ന് കോടതി പോലും പറയും. കൃത്യമായ തെളിവില്ല, പക്ഷേ സാഹചര്യ തെളിവിൽ എത്രയോ പേരെ ജീവപര്യന്തം ശിക്ഷിച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാഹചര്യ തെളിവ് നോക്കൂ. ശോഭാ സുരേന്ദ്രൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ തൃശ്ശൂർ രാമനിലയത്തിൽ ഞാൻ 3 പ്രാവശ്യമേ റൂം ബുക്ക് ചെയ്തിട്ടുള്ളൂ. 1 സുരേഷ് ഗോപിയെ കാണാൻ, BJP. 2 പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണാൻ, അതും BJP. 3 ഇ പി ജയരാജനെ കാണാൻ, അത് ഇ പി ജയരാജനെ BJP യിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ പോയി, എൻ്റെ തെളിവുണ്ട്. അവിടെയാണ് നേരത്തെ ശ്രീ ഗോപൻ പറഞ്ഞതുപോലെ കേസെടുത്താലും വേണ്ടില്ല, ഞാനത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസമാണല്ലോ ഇ പി ജയരാജൻ, പ്രകാശ് ജാവദേക്കർ, അദ്ദേഹം ഇവിടുത്തെ കേരളത്തിൻ്റെ പ്രഭാരിയാണ്. അപ്പോൾ ആളിനെ പിടിക്കുക എന്നുള്ളതാണ് പ്രഭാരിയുടെ മുഖ്യ ജോലി. ആ പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ അദ്ദേഹത്തെ ചെന്ന് കണ്ടു, കാര്യമായി സംസാരിച്ചു. അപ്പോൾ മുൻ കേന്ദ്രമന്ത്രി, കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ, കേരളത്തിലെ അറിയപ്പെടുന്ന, ഇപ്പോൾ പാർട്ടിയുടെ പ്രത്യേകിച്ച് പദവി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, ശോഭാ സുരേന്ദ്രൻ. ഇത് രണ്ടും പോകട്ടെ, പറയുന്ന ആളിനെക്കുറിച്ച് നമുക്ക് ഒരു മതിപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നാളെ അദ്ദേഹം ഏത് പാർട്ടിയിലാകുമെന്ന് ഉറപ്പില്ല എങ്കിൽ പോലും BJP-യുടെ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ള കുട്ടി അദ്ദേഹം പറയുക, ഇദ്ദേഹം പാർട്ടിയിൽ ചേരാൻ താല്പര്യമെടുത്തു, ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു, എല്ലാവരും കൂടെ പറഞ്ഞു കോഴിക്കോടൻ ഭാഷയിൽ ഈ കോലത്തിൽ, കോലം എന്ന് പറഞ്ഞാൽ ശരീരഭാഷയല്ല, അവിടെ അങ്ങനെയാണ് ഈ കോലം എന്നൊക്കെ പറയും, ഈ കോലത്തിലുള്ളതിനെ ഒന്നും വേണ്ട എന്നൊരു തീരുമാനമെടുത്തു. ഇത്രയും ഉത്തരവാദിത്വപ്പെട്ടവർ ഒരാൾ BJP-യിൽ ചേരാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ CPM-ന് വേറെ എത്രയോ പേരുണ്ട്, അവരെക്കുറിച്ചൊന്നും ഇങ്ങനെ വരുന്നില്ലല്ലോ, തുടർച്ചയായും വരുന്നില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഏതാണ്ട് ഒരു നിഗമനത്തിൽ സാഹചര്യ തെളിവ് വെച്ച് അദ്ദേഹം BJP-യിൽ ചേരാൻ തീരുമാനിച്ചിരുന്നു എന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല. ഇ പി ജയരാജൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ, താങ്കൾ പറഞ്ഞ പോലെ പാർട്ടിയിലെ ഒന്നാമനാവേണ്ട ആളാണ്, ഈ MP ഗോവിന്ദൻ ഇരിക്കേണ്ട സ്ഥാനത്തേക്ക് എത്തപ്പെടേണ്ട ആളാണ് ഇ പി ജയരാജൻ. ഇ പി ജയരാജനെ അങ്ങനെ ആദ്യമായിട്ട് വെട്ടുന്നത് MP ഗോവിന്ദനും, പിന്നിൽ നിന്ന് കുത്തുന്നത് പി ജയരാജനും ഒക്കെയാണ്. ഇങ്ങനെ ഇവരുടെയൊക്കെ കുത്തൽ കൊണ്ടിട്ടാണെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായതുകൊണ്ടായിരിക്കണമല്ലോ BJP-യിലേക്ക് പോയേക്കാം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. തീർച്ചയായും ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ സഹായിക്കേണ്ടിയിരുന്ന പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? അത് അദ്ദേഹത്തിൻ്റെ പൂർവ്വകാല ചരിത്രം തന്നെ നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിനെ വളർത്താൻ സഹായിച്ച ആളാണ് VS. അവസാനം ആ VS-നെ തന്നെ അദ്ദേഹം വെട്ടിനിരത്തി. അപ്പോൾ ചരിത്രം ആവർത്തിക്കും. അതായത് നമ്മളൊക്കെ ഏത് പാർട്ടിയാണെങ്കിലും ഏത് ജാതി ആയാലും മതമായാലും ജനിതകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. ഏറ്റവും വിശ്വസ്തനായി സഹായിക്കുന്നവനെ പോലും സ്വന്തം കാര്യത്തിന് വേണ്ടി തള്ളിപ്പറയുകയോ പരിഗണിക്കാതിരിക്കുകയോ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് സ്വന്തം ജനിതകം പറഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്കൂ, തീർച്ചയായും കോടിയേരി ബാലകൃഷ്ണൻ എന്ന പാർട്ടി സെക്രട്ടറി മാറുമ്പോൾ എല്ലാവരും കരുതിയിരുന്നത്
EP ജയരാജൻ, കാരണം അപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്ത് നിൽക്കുന്ന ആളാണ്, ഏറ്റവും സീനിയറാണ്, അദ്ദേഹമാകുമെന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കാൻ വേണ്ടി കണ്ടെത്തിയ ന്യായം എന്താണ്? മരിക്കാൻ കിടന്നപ്പോൾ പിണറായി കോടിയേരിയെ കണ്ടപ്പോൾ കോടിയേരി പറഞ്ഞു ഈ MP ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നോട്ടാണ് ഈ മരണമൊഴി? ഈ പോലീസിലൊക്കെ ഒരാൾ മരിക്കാൻ പോകുമ്പോൾ ഒരു മരണമൊഴി കൊടുത്താൽ പിന്നെ അവിടെ അപ്പീലൊന്നുമില്ല, അവ കള്ളം പറഞ്ഞാലും മരണമൊഴിയാണ്. അതേപോലെ അന്തികൂദാശ കൊടുക്കുന്ന സമയത്ത് ബിഷപ്പന്മാരോടൊക്കെ അന്ത്യാഭിലാഷം പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണെങ്കിൽ മരിക്കാൻ പോകുന്നവരുടെയൊക്കെ മുന്നേ കൂട്ടി ഒരു റെക്കമെൻഡേഷൻ കൊടുത്താൽ മതിയല്ലോ. ഇതെന്ത് കമ്മ്യൂണിസമാണ്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഭരണഘടനയിൽ ഇങ്ങനെയും ഒരു പ്രൊവിഷൻ ഉണ്ടോ? അപ്പോൾ ഇദ്ദേഹത്തിനെ PP ജയരാജനെ ഒഴിവാക്കണം. അതിന് അദ്ദേഹം കണ്ടെത്തി. എന്തായാലും ഇനിയിപ്പം കോടിയേരി ബാലകൃഷ്ണൻ ഇങ്ങനെ ഒരു അന്ത്യമൊഴി കൊടുത്തിരുത്തോണ്ടെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അവർ രണ്ടുപേരും മാത്രം ഉള്ളപ്പോഴാണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ തീർന്നില്ല, പറ്റില്ല. ഇനി അതും പോകട്ടെ, അദ്ദേഹത്തിന് LDF കൺവീനർ. അല്ല, ഒരു കേഡർ പാർട്ടിക്ക് ഇതൊന്നും അങ്ങനത്തെ നിയമസംഹിതയൊന്നും അല്ലല്ലോ ഉള്ളത്. അല്ല, ആ പാർട്ടിക്ക് അങ്ങനത്തെ ഒരു രീതിയും അല്ലല്ലോ. അല്ല, അവർ തിരഞ്ഞെടുക്കുന്ന രീതി മറ്റൊന്നാണ്. ആരെങ്കിലും പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ മരണശയ്യയിൽ കിടന്ന് പറഞ്ഞു അതുകൊണ്ട് ഒരാളെ തിരഞ്ഞെടുക്കണം അങ്ങനെയല്ല. അതൊക്കെ EP ജയരാജനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രം മാത്രമാണ്. പക്ഷെ അതിന് പിന്നിൽ പിണറായിയുടെ കൂടി ഒരു കൈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്കറിഞ്ഞൂടെ, ഇന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാളേ ഉള്ളൂ. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയൊക്കെ വെറും ഷോയാണ്. അദ്ദേഹം ഇന്നൊന്ന് പറയും, നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പിൻവലിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒറ്റയാളേ ഉള്ളൂ, സ്റ്റാലിൻ, ലെനിൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ പഠിച്ചതുപോലെ പിണറായി വിജയൻ. ഇപ്പോൾ നമുക്കറിയാം, ഈ EP ജയരാജൻ്റെ പുസ്തകം കൂടി ഇറങ്ങിയ സാഹചര്യത്തിൽ EP ജയരാജൻ്റെ അവസ്ഥ വല്ലാത്ത പരിഗണനയായി. അതൊരു കാര്യമില്ലാതെ ഈ സത്യത്തിൽ ഇപ്പോഴത്തെ ഈ പുസ്തകത്തിൽ, ഇപ്പോൾ ഇറക്കിയ പുസ്തകത്തിൽ ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിൽ എന്തായാലും ഒരുപാട് സാധനങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. മാക്സിമം സാധനങ്ങളും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ നമുക്കറിയാം, ആദ്യം ഇറങ്ങിയ ഒരു PDF ഫയലുണ്ടായിരുന്നു DC ബുക്സിന് കൊടുത്തിരുന്ന കട്ടൻ ചായം പരിപ്പോടെ. അതിൽ തുടക്കത്തിൽ തന്നെ ഇതുപോലെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള കോൺട്രവേഴ്സികൾ ഉണ്ടായിരുന്നതാണ്. അതിനെ മാറ്റിക്കൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിലും BJPയിലേക്കുള്ള യാത്ര, പിന്നെ വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ഈ പല കാര്യങ്ങളും അദ്ദേഹം ഇതിനകത്ത് ഉൾപ്പെടുത്താതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇനിയുള്ള ഇദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങോട്ടായിരിക്കും? അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ഒരു രീതി വെച്ച് എല്ലാവരും കണ്ണുമടച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അദ്ദേഹം മരണം വരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും എന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇനി ഒരു നിലപാട് എടുക്കാൻ സാധ്യത വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ആയിരിക്കും. കാരണം BJPയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് കേരളത്തിലെ ഏതെങ്കിലും പാർലമെൻ്ററി സംവിധാനത്തിൽ അത് പ്രയോജനം ചെയ്യും എന്ന് നമ്മൾ കരുതുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് അതൊന്നും ആയിരിക്കില്ല. ഈ ഒരു എതിർപ്പും ശത്രുതാ മനോഭാവം വന്നാൽ പിന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ള അല്ലാതെ സ്വന്തമായി നശിച്ചാലും വേണ്ടിയില്ല, അങ്ങനെ ഒരു മനോഭാവമുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു മഞ്ഞുരുക്കം ആളുകളെ ഒന്ന് ബോധിപ്പിച്ചിട്ടുണ്ട്. അല്പം മഞ്ഞുരുകി എന്ന് അദ്ദേഹവും ബോധിപ്പിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഇനി മറ്റേ അദ്ദേഹത്തിൻ്റെ മരണമഴി പോലെ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥാ രചനയുടെ അവസാനം ഒരു വരം വല്ലതും ചോദിച്ച് അത് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം നിലപാട് മാറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷെ അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ ഒരിക്കലും അദ്ദേഹം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷിയാണ് CPM. അദ്ദേഹം പേരാമ്പ്രയിൽ CPMൻ്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഷാഫി പറമ്പിലിൻ്റെ മൂക്കിൻ്റെ പാലമേ ഇപ്പോൾ പോയിട്ടുള്ളൂ, സൂക്ഷിച്ച് കടന്നാൽ കൊള്ളാം, വന്ന പോലെ തിരികെ പോകില്ല. ഒപ്പം KC വേണുഗോപാലിനെയും രണ്ട് പള്ളു പറഞ്ഞത് KC വേണുഗോപാലിൻ്റെ ഇന്ത്യ സഖ്യം ബീഹാറിൽ 8 നിലയിൽ പൊട്ടും. അവിടെ 3 സീറ്റിൽ ഈ CPM ആ മുന്നണിയിലുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അച്ചടക്കലംഘനമല്ലേ? അതാ പറഞ്ഞ CPMന് ഇപ്പോൾ പാർട്ടിയുമില്ല, മുന്നണിയുമില്ല, ഭരണഘടനയുമില്ല, മര്യാദയുമില്ല, ധാർമ്മികതയുമില്ല, ഒന്നുമില്ല, സ്വന്തം കാര്യം. ഇവിടെ അദ്ദേഹത്തിനെ കുറിച്ച് വേറൊരു ആക്ഷേപം പണ്ടുണ്ട്. ദേശാഭിമാനി പത്രത്തിന് വേണ്ടി 2 കോടി രൂപ ലോട്ടറി സാന്റിയാഗോ മാർട്ടിൻ്റെ നിന്ന് വാങ്ങിച്ച് അന്ന് കളിയാക്കിയും കൂടെ പറഞ്ഞു. ആരോ നോക്കിയപ്പോൾ പതിവിൽ കവിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വയറ്
ഇങ്ങനെ കൂടുതൽ കണ്ടപ്പോൾ എന്താണെന്ന് പറഞ്ഞ് തപ്പിയപ്പോഴാണ് ഈ രൂപ, കാരണം അന്ന് 2000-ൻ്റെ നോട്ടൊന്നും ഇല്ല. അപ്പോൾ ഇത് വലിയ കെട്ടല്ലേ, അങ്ങനെ പോലും ആക്ഷേപം കേട്ട ആളാണ്. പിന്നെ നേരത്തെ പറഞ്ഞ വൈദേകം, അതിനകത്ത് ഷെയറുണ്ട്. അതെ. അദ്ദേഹം പറഞ്ഞത് ഭാര്യയുടെ ഷെയർ ആണെന്ന്. ഒന്ന് ആലോചിച്ച് നോക്ക്, മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ കിട്ടിയപ്പോൾ ഒരാൾ IT കമ്പനി തുടങ്ങി. അതേപോലെ വേറെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പെൻഷൻ പറ്റിയപ്പം റിസോർട്ട് തുടങ്ങി. ഈ CPM-ൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാരൊക്കെ പെൻഷൻ പറ്റുമ്പോൾ ഇത്രയും വലിയ തുക കിട്ടുമെങ്കിൽ നമ്മുടെ ഈ ചീഫ് സെക്രട്ടറിമാരുടെയൊക്കെ ഭാര്യമാർ റിട്ടയർ ചെയ്യുമ്പോൾ കേരളം വിലക്കെടുത്തുകൂടി? അങ്ങനെ നമുക്ക് ആലോചിച്ചുകൂടി. എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CPM എന്ന് പറയുന്നത് 2 തവണ തുടർ ഭരണത്തോടെ അതിൻ്റെ ആശയവും അതിൻ്റെ കെട്ടുറപ്പും ഭരണഘടനയും അച്ചടക്കവും മര്യാദയും ധാർമ്മികതയും സാമൂഹ്യബോധവും എല്ലാം പോയി ഒരു കോർപ്പറേറ്റ് അദാനിയുടെ പോലെ ഒരു സംവിധാനമായിട്ട് മാറി. അതിൽ EP ജയരാജനും കുറേയൊക്കെ അദ്ദേഹത്തിൻ്റെതായ റോള് അല്ല. എങ്കിലും ഒരു പാർട്ടി എന്നുള്ള ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ എടുക്കേണ്ട സാഹചര്യം മുമ്പിലില്ലേ അദ്ദേഹത്തിനെതിരെ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അവിടെ ആ യോഗം വിളിച്ചപ്പോൾ തന്നെ മറ്റേ 2 ജയരാജന്മാരെ വിളിച്ചിട്ടില്ല, പാർട്ടി സെക്രട്ടറിയെ വിളിച്ചിട്ടില്ല. കാരണം അതിന് അവർക്ക് പാർട്ടി പരിപാടി അല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് കയറി ചെല്ലാനൊക്കില്ല, വിളിച്ചാലേ പോകാൻ പറ്റും. അപ്പം അതും തെറ്റല്ലേ? അതെ. അപ്പം ഇങ്ങനെ അദ്ദേഹത്തിനെ പുറത്താക്കാനാണ് കാരണങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു ചെറിയ അനുമതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടണം. ഇനി മുഖ്യമന്ത്രി ഈ അനുമതി കൊടുക്കാത്ത എന്തെങ്കിലും രഹസ്യം ഇദ്ദേഹത്തിന് അറിയാവുന്നതുണ്ടെങ്കിൽ പിണക്കിയാൽ ബുദ്ധിമുട്ടാകില്ലേ? അതുകൊണ്ട് അടുത്ത ഭരണം നോക്കട്ടെ. മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മന്ത്രിസഭയിലെങ്ങാനും കയറ്റാം. ഇല്ലെങ്കിൽ പിന്നെ EP ജയരാജൻ അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ എന്തും ചെയ്യാം. ഇത് BJP എങ്കിൽ BJP. എന്തായാലും കോൺഗ്രസിൽ വരുമെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നില്ല. കാരണം ഈ അവസാന നിമിഷത്തിലും അദ്ദേഹത്തിന് അന്ധമായ കോൺഗ്രസ് വിരോധം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.